ഹായ് നമസ്കാരം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം വീഡിയോ തുടങ്ങിയപ്പോഴേ തന്നെ നന്ദി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് വീക്ക് ധൂമം എന്ന് പറഞ്ഞൊരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തോട് ചേർന്നാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളും, പിന്നെ നമ്മൾ നേരിട്ട് കണ്ടും വാട്സപ്പ് ത്രൂ ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു നല്ലതാന്ന് പറഞ്ഞു. അപ്പം അത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനുണ്ട്, വിഷ്ണുദാസ് ഉണ്ട്, പിന്നെ അമ്മയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പം മാളൂസ് ഇല്ല ഇവിടെ, അവൾ അവിടെ വീട്ടിലാണ്. അപ്പം അതിൽ അഭിനയിച്ച നമ്മുടെ അനുപമ മേഡത്തിന്റെ മോന്, പിന്നെ അതുപോലെ നമ്മളെ സഹായിച്ച കൂടെ ഫുള്ള് എല്ലാത്തിനും ഉണ്ടായിരുന്ന നമ്മുടെ നിസാമിക്ക, പിന്നെ നമ്മുടെ ബീനക്ക, അല്ലാതെ തന്നെ ഒരു നേഴ്സ്, ആ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ചെയ്തത്. അപ്പം ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഇതായിരുന്നു. അപ്പം എല്ലാവർക്കും അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം നേരെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. റീൽ ചെയ്ത ഒരു നല്ല സന്ദേശം ജനങ്ങളിൽ എത്തിച്ച, ശുചിത്വ സന്ദേശം ജനങ്ങളിൽ എത്തിച്ച ചിങ്ങോലി 8-ാം വാർഡിന്റെ പ്രതിനിധികൾ പ്രിയപ്പെട്ട രാഹുൽ, അതോടൊപ്പം തന്നെ ആര്യ, അതോടൊപ്പം തന്നെ വിഷ്ണുദാസ്, യാദവേദ്, അനുപമയുടെ മോൻ, നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫായ അനുപമയുടെ മോൻ യാദവേദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്ന ക്രയോൺസ് മീഡിയയുടെ പ്രതിനിധി രാഹുലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ അമ്മ പ്രഭചേച്ചി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചെറുപ്പക്കാരനായ രാഹുൽ, അതോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം വിഷ്ണുദാസ് എന്ന വ്യക്തിയും, അതോടൊപ്പം തന്നെ നല്ല അഭിനേതാവായി അഭിനയിക്കേണ്ട ഒരുപക്ഷെ സിനിമയിൽ കിട്ടാൻ കൊള്ളാം എന്ന് പറയുന്ന എന്റെ വാദികാരിയായ പ്രഭചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ വ്യത്യസ്തമായ എല്ലാവരും ആ പിന്നെ എന്താണ് ക്രയോൺസ് മീഡിയ സെർച്ച് ചെയ്താൽ മതി. ഗംഭീരമായ ആർട്ടിക്കിൾസ് ആണ് ഇതിന് കാണുന്നത്. പലതരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അവര് നല്ല ശീലങ്ങൾ ചെയ്യാൻ അവരെ ഉപദേശിക്കുന്നുണ്ട്. ചിങ്ങോലി പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മൊമെന്റും അങ്ങനെ കിട്ടിയായിരുന്നു. അപ്പം ഇത് നമ്മുടെ ടീമിന്റെ വിജയമാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചിങ്ങോലി പഞ്ചായത്തിന്റെ 8-ാം വാർഡിന്റെ വകയായിട്ടും നമുക്കൊരു ചെറിയൊരു അനുമോദനം കിട്ടിയായിരുന്നു. മദ്യം പോലെയുള്ള, കഞ്ചാവ് പോലെയുള്ള കച്ചവടം നടത്തുന്ന, അല്ലെങ്കിൽ അത് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ നമുക്കറിയാം. നമ്മുടെ പ്രദേശം, നമ്മുടെ വാർഡിൽ നിന്ന് 3-4 പേരെ അറസ്റ്റ് ചെയ്തൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലെയുള്ള മാതൃകാപരമായ ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നത്. പ്രിയപ്പെട്ട രാഹുലും, ശ്രീലാസ്യത്തിൽ സോമൻ പിള്ളയുടെ മകൻ രാഹുലും, പെല്ലത്ത് ഹരിച്ചേട്ടന്റെ മകൻ പിന്നെ വിഷ്ണുദാസും, ഞങ്ങൾ കണ്ണമ്പലത്താണ് വിളിക്കുന്നത്, അതുകൊണ്ട് വിഷ്ണുദാസും ഇവിടെ സോഷ്യൽ മീഡിയ പ്രഭചേച്ചി ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ ലഹരിക്കെതിരായിട്ട് ആദ്യം അവരുടെ ഒരു നല്ല ആർട്ടിക്കിൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മാലിന്യമുക്ത നവകേരളത്തിന് ഒരുപക്ഷെ നമ്മുടെ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, നമ്മുടെ വാർഡിനെ വാർഡ് മെമ്പറുടെ പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു ആർട്ടിക്കിൾ അത് ചെയ്യുകയുണ്ട്. ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 750 പേര് അതിനെ കാണുകയുണ്ട്. ഇതിനെ അഭിലാഷിച്ചൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന്റെ ദുരവസ്ഥയെ പറ്റി ജനങ്ങളിലേക്ക് സന്ദേശം കൊടുത്ത ക്രയോൺസ് മീഡിയയുടെ ഈ ചെറുപ്പക്കാരെ നമ്മളിവിടെ ആദരിക്കുകയാണ്. ഇപ്പൊ ചിങ്ങോലി പഞ്ചായത്തിന്റെ നമ്മുടെ മെമ്പർ അനീഷന്റെ വകയായിട്ട് നമുക്കൊരു ചെറിയൊരു അനുമോദനവും കാര്യങ്ങളും ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷം. നമ്മള് ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞ്, നമ്മൾ കൊറോണ ആ ഒരു സമയത്തൊക്കെയാണ് തുടങ്ങിയത്. അപ്പം നമുക്ക് ക്രയോൺസ് മീഡിയ വഴി കിട്ടുന്ന ഇങ്ങനത്തെ ഒരു മൂവ്മെന്റും കാര്യങ്ങളും അനുമോദനവും ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ ചാനല് നമ്മള് വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ വീണ്ടും റെക്കമെൻഡ് ചെയ്ത് വീഡിയോ വരുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന്റെ കാരണം ചിലപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും, അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവരായിരിക്കും. അപ്പൊ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് കയറി, നമ്മുടെ ക്രയോൺസ് മീഡിയ എന്ന് പറയുന്ന ചാനലൊന്ന് കയറിയിട്ട് യൂട്യൂബിലാണെങ്കിലും
ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒന്ന് കയറി ഫോളോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനമാണ്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമുക്ക് നന്ദി പറയാൻ ഇങ്ങോട്ട് തീർക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഓക്കെ, ബൈ.